ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഷാംപൂ ചെയ്യണം, അല്ലെങ്കിൽ സ്ഥിരമായി ഓയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് കണ്ടെത്താമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് നമ്മൾ തല നന്നായിട്ട് വാഷ് ചെയ്യുക. കണ്ടീഷണറും മറ്റു പ്രോഡക്ട്സ് ഒന്നും അന്ന് ഉപയോഗിക്കാണ്ടിരിക്കുക. അതിനുശേഷം ഒരു 24 hours നമ്മൾ മുടി അതുപോലെ ലീവ് ചെയ്യുക. ഒരിക്കലും ഹെയർ ബ്ലോ ഡ്രൈയോ അങ്ങനെയൊന്നും അപ്പോൾ ചെയ്യാണ്ടിരിക്കുക. 24 hours കഴിഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഹെയറിന്റെ പല ഹെഡിന്റെ പല പോർഷൻസിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യാം. നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആണെങ്കിൽ ആ ടിഷ്യൂവിൽ ഓയിലിന്റെ പ്രസൻസേ ഉണ്ടാവില്ല. ഷാംപൂ ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയി കാണപ്പെടാം. നിങ്ങളുടെ സ്കാൽപ്പ് ഇനിയിപ്പോൾ ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിൽ നിറയെ ഓയിലിന്റെ പ്രസൻസ് ഉണ്ടാകാം. ഷാംപൂ ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ മുടി ഭയങ്കര ഗ്രീസി ആയിട്ട് ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. നിങ്ങളുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ നോർമൽ സ്കാൽപ്പ് ആണ് എങ്കിൽ അതിലൊരു മിനിമൽ എമൗണ്ട് ഓഫ് ഓയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹെയർ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഷൈനി ലുക്കിംഗ് ഹെയർ തന്നെയായിരിക്കും നെക്സ്റ്റ് ഡേ. നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് കണ്ടെത്തി കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീൻ അതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഷാംപൂ ചെയ്യണം, അല്ലെങ്കിൽ സ്ഥിരമായി ഓയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് കണ്ടെത്താമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് നമ്മൾ തല നന്നായിട്ട് വാഷ് ചെയ്യുക. കണ്ടീഷണറും മറ്റു പ്രോഡക്ട്സ് ഒന്നും അന്ന് ഉപയോഗിക്കാണ്ടിരിക്കുക. അതിനുശേഷം ഒരു 24 hours നമ്മൾ മുടി അതുപോലെ ലീവ് ചെയ്യുക. ഒരിക്കലും ഹെയർ ബ്ലോ ഡ്രൈയോ അങ്ങനെയൊന്നും അപ്പോൾ ചെയ്യാണ്ടിരിക്കുക. 24 hours കഴിഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഹെയറിന്റെ ഹെഡിന്റെ പല പോർഷൻസിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യാം. നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആണെങ്കിൽ ആ ടിഷ്യൂവിൽ ഓയിലിന്റെ പ്രസൻസേ ഉണ്ടാവില്ല. ഷാംപൂ ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയി കാണപ്പെടാം. നിങ്ങളുടെ സ്കാൽപ്പ് ഇനിയിപ്പോൾ ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിൽ നിറയെ ഓയിലിന്റെ പ്രസൻസ് ഉണ്ടാകാം. ഷാംപൂ ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ മുടി ഭയങ്കര ഗ്രീസി ആയിട്ട് ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. നിങ്ങളുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ നോർമൽ സ്കാൽപ്പ് ആണ് എങ്കിൽ അതിലൊരു മിനിമൽ എമൗണ്ട് ഓഫ് ഓയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹെയർ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഷൈനി ലുക്കിംഗ് ഹെയർ തന്നെയായിരിക്കും നെക്സ്റ്റ് ഡേ. നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് കണ്ടെത്തി കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീൻ അതിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക.